വെൽക്കം ടു കോൺവെക്സ് എജു ഫോക്കസ്. ഐസി എഞ്ചിന്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ രണ്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഐസി എഞ്ചിൻ മെക്കാനിസത്തിന്റെ ബേസിക് എലമെന്റ്സും അതുപോലെ തന്നെ അതിന്റെ ബേസിക് ടെർമിനോളജിയുമാണ്. നമ്മൾ ഈ വീഡിയോസിലെല്ലാം ചെയ്യുന്നത് വളരെ ബ്രീഫായിട്ട് എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ഏരിയാസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസി എഞ്ചിന്റെ വർക്കിംഗ് ആണ്. ഐസി എഞ്ചിന്റെ വർക്കിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഒരേ ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐസി എഞ്ചിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് അതിന്റെ വർക്കിംഗ് സ്ട്രോക്കിനെ ബേസ് ചെയ്തിട്ട്. സ്ട്രോക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിസ്റ്റൺ ഒരു ഡെഡ് സെന്ററിൽ നിന്നും വേറെ ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒരു എഞ്ചിൻ സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുന്നത് പിസ്റ്റന്റെ 4 സ്ട്രോക്കിലാണെങ്കിൽ അതിനെ 4 സ്ട്രോക്ക് സൈക്കിളിൽ നിന്നും, 2 സ്ട്രോക്കിലാണെങ്കിൽ അതിനെ 2 സ്ട്രോക്ക് സൈക്കിളിൽ നിന്നും പറയും, 2 സ്ട്രോക്ക് എഞ്ചിൻ എന്നും പറയും. സോ എന്താണ് ഒരു എഞ്ചിൻ സൈക്കിൾ? ഒരു എഞ്ചിൻ സൈക്കിളിൽ ഒരു ഫ്യൂവൽ ഇൻടേക്ക് ഉണ്ട്. അത് പിസ്റ്റന്റെ ഒരു മൂവ്മെന്റിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അടുത്തത് കംപ്രഷനാണ്. അത് പിസ്റ്റന്റെ അടുത്ത മൂവ്മെന്റ് ആണ്. ആ ഇൻടേക്ക് ചെയ്ത സക്ഷൻ നടത്തിയ ഫ്യൂവലിനെ കംപ്രസ് ചെയ്യും. കംപ്രഷന്റെ എൻഡിലാണ് എന്ത്? കമ്പസ്റ്റ്. ആ കമ്പസ്റ്റിൽ നിന്നുണ്ടാവുന്ന ഹൈ പ്രഷർ ഗ്യാസ് വെച്ചിട്ട് പിസ്റ്റൺ വീണ്ടും മൂവ് ചെയ്യും. അതാണ് എക്സ്പാൻഷൻ. ആ എക്സ്പാൻഷനിൽ നിന്ന് നമുക്ക് ക്രാങ്കിന്റെ റൊട്ടേഷൻ കിട്ടും, അതായത് വർക്ക് കിട്ടും. ദെൻ ആ ബേൺഡ് ഗ്യാസ് നമുക്ക് എക്സ്പെൽ ചെയ്ത് പുറത്ത് കളയണം. സോ പിസ്റ്റന്റെ അടുത്ത മൂവ്മെന്റ്, അടുത്ത സ്ട്രോക്കിലാണ് ഈ എക്സോസ്റ്റ് നടക്കുന്നത്. ഈ 4 ഇൻഡിപെൻഡന്റ് സ്ട്രോക്കിലായിട്ട് ഈ 4 പ്രോസസ്സുകൾ നടക്കുകയാണെങ്കിൽ അത് 4 സ്ട്രോക്ക് എഞ്ചിനും, പിസ്റ്റന്റെ 2 സ്ട്രോക്കിലാണ് ഈ പ്രോസസ്സുകളെല്ലാം നടക്കുന്നതെങ്കിൽ അതിനെ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്നും പറയും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 4 സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിംഗ് ആണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു 4 സ്ട്രോക്ക് എഞ്ചിന്റെ ഡിഫറൻറ്റ് സ്ട്രോക്ക് ആണ്. ഫസ്റ്റ് ഫിഗർ റെപ്രസെന്റ്സ് ദ സക്ഷൻ സ്ട്രോക്ക്. സക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിസ്റ്റൺ ഇതിന്റെ ടോപ്പ് ഡെഡ് സെന്ററിലായിരിക്കുമ്പോഴാണ്. ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ടോപ്പ് ഡെഡ് സെന്റർ. ഇതൊരു വെർട്ടിക്കൽ എഞ്ചിൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു ഹൊറിസോണ്ടൽ എഞ്ചിൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് പോയിന്റ് inner dead center and BDC or ODC in horizontal engine. ഒരു ഹൊറിസോണ്ടൽ എഞ്ചിനിൽ BDCക്ക് പകരം നമ്മൾ ODC എന്നാണ് യൂസ് ചെയ്യുക. സോ പിസ്റ്റൺ TDCയിലായിരിക്കുമ്പോൾ ക്രാങ്ക് 0 പൊസിഷനിൽ, അതായത് 0 ഡിഗ്രിയിലായിരിക്കും. ഇത് 180 ഡിഗ്രി ആയിട്ട് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ദിസ് ഫിഗർ. സോ ക്രാങ്ക് 0 to 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിസ്റ്റൺ വിൽ മൂവ് ഫ്രം TDC to BDC. അറ്റ് ദാറ്റ് ടൈം ഇവിടെ 2 വാൽവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻലെറ്റ് വാൽവ് ആൻഡ് ദിസ് വാൽവ് ഈസ് നോൺ ആസ് എക്സോസ്റ്റ് വാൽവ്. ഈ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും, ഫ്യൂവല് എൻട്രി ചെയ്യും ത്രൂ ദിസ് ഇൻലെറ്റ് വാൽവ്. അറ്റ് ദാറ്റ് ടൈം എക്സോസ്റ്റ് വാൽവ് ഈസ് ക്ലോസ്ഡ്. ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഒരു പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ എയർ ഫ്യൂവൽ, അല്ലെങ്കിൽ ഒരു ഗ്യാസ് എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ, എയർ ഫ്യൂവൽ മിക്സർ ആയിരിക്കും ഈ സെക്ഷൻ സ്ട്രോക്കിൽ എൻട്രി ചെയ്യുന്നത്. ഒരു ഡീസൽ എഞ്ചിനിൽ എയർ ആയിരിക്കും എൻട്രി ചെയ്യുന്നത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ആണ്. എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ പെട്രോൾ എഞ്ചിൻ ഓർ ഗ്യാസ് എഞ്ചിൻ ഡ്യൂറിംഗ് സെക്ഷൻ സ്ട്രോക്ക് എയർ ഫ്യൂൽ മിക്സർ ഈസ് എൻറ്ററിംഗ് ഇൻ ടു ദ സിലിണ്ടർ. ഫോർ എ ഡീസൽ എഞ്ചിൻ എയർ ഓൺലി എൻറ്റർ ടു ദ സിലിണ്ടർ. ദെൻ നെക്സ്റ്റ് സ്ട്രോക്ക് ക്രാങ്ക് 180 ഡിഗ്രി ടു 0 ഡിഗ്രി അടുത്ത റൊട്ടേഷൻ, അടുത്ത ഹാഫ് റൊട്ടേഷനിൽ പിസ്റ്റൺ will move from BDC to TDC. This stroke is known as compression stroke. During this stroke, both valves are closed. ഈ valve position important ആണ്. Then, at the end of this combustion will occur. അതായത് burning of fuel will occur. ഇതും 2 രീതിയിലാണ്. പെട്രോൾ എഞ്ചിനിലോ ഗ്യാസ് എഞ്ചിനിലോ ഈ പൊസിഷനിൽ ഇതൊരു സ്പാർക്ക് പ്ലഗ് ആയിരിക്കും, ഇത് ഒരു സ്പാർക്ക് പ്ലഗ് ആയിരിക്കും. പെട്രോൾ എഞ്ചിൻ ഓർ ഗ്യാസലിൻ എഞ്ചിൻ. ഒരു ഡീസൽ എഞ്ചിനിൽ ഇത് ഫ്യൂവൽ ഇഞ്ചക്ടർ ആയിരിക്കും. ഫ്യൂവൽ ഇഞ്ചക്ടർ ഓർ ആറ്റോമൈസർ ആയിരിക്കും. അതായത് ഒരു പെട്രോൾ എഞ്ചിൻ ഗ്യാസൽ എഞ്ചിനിലായിരിക്കും ആണെങ്കിൽ കംപ്രസ് ചെയ്ത എയർ ഫ്യൂവൽ മിക്സറിനെ നമ്മൾ സ്പാർക്ക് വെച്ചിട്ട് നമ്മൾ ബേൺ ചെയ്യിക്കും. ഒരു ഡീസൽ എഞ്ചിനിലാണെങ്കിൽ കംപ്രസ്ഡ് എയറിലേക്ക് അതിൻ്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും, നമ്മൾ ഫ്യൂവലെ ആറ്റോമൈസ് ചെയ്ത് സ്പ്രേ ചെയ്യും. ആ എയറിൻ്റെ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? കംപ്രസ്ഡ് എയറിൻ്റെ ടെമ്പറേച്ചറിൽ ആ ഫ്യൂവല് ബേൺ ചെയ്യും.
So due to this burning or ignition, the pressure will increase. So ആ ഹൈ പ്രഷർ ഗ്യാസ് എന്ത് ചെയ്യും, ഈ പിസ്റ്റണെ BDC to TDC പുഷ് ചെയ്യും. ഈ സ്ട്രോക്കാണ് എക്സ്പാൻഷൻ സ്ട്രോക്ക് ഓർ പവർ സ്ട്രോക്ക് എന്ന് പറയും. ഇതിനൊരു പേരും കൂടിയുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പവർ സ്ട്രോക്ക്. കാരണം ഈ എക്സ്പാൻഷനിലാണ് എനർജി റിലീസിങ് നടക്കുന്നത്. നമുക്ക് പവർ കിട്ടുന്ന ഒരേ ഒരു സ്ട്രോക്ക് ഇത് മാത്രമാണ്. സോ ഡ്യൂറിങ് ദാറ്റ് സ്ട്രോക്ക് പിസ്റ്റൺ വിൽ മൂവ് ഫ്രം TDC to BDC. അതായത് ക്രാങ്ക് അഗെയിൻ 0 to 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ കമ്പസ്റ്റൻ ചെയ്ത ഗ്യാസിനെ നമുക്ക് എന്ത് ചെയ്യണം, പുറത്തേക്ക് കളയണം. എങ്കിലാണ് ഫ്രഷ് എയർ അല്ലെങ്കിൽ ഫ്രഷ് മിക്സർ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ക്രാങ്കിൻ്റെ ഫർദർ റൊട്ടേഷൻ 180 ഡിഗ്രി ടു ദെൻ നെക്സ്റ്റ് 0 ഡിഗ്രി പിസ്റ്റൺ വിൽ മൂവ് ഫ്രം BDC to TDC. ആ സമയം നമ്മുടെ എക്സോസ്റ്റ് വാൽവ് ഒരു മെക്കാനിസം വെച്ചിട്ട് ഓപ്പൺ ആവും. ഇൻലെറ്റ് വാൽവ് എന്തായിരിക്കും, ആ സമയത്ത് ക്ലോസ്ഡ് ആയിരിക്കും. ഇത് ഒരു ക്യാം മെക്കാനിസം വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മളിത് പറയുന്നുണ്ട്. സോ ദ എക്സോസ്റ്റ് ഗ്യാസ് വിൽ ഗോ ത്രൂ എക്സോസ്റ്റ് വാൽവ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. സക്ഷൻ സ്ട്രോക്കിൽ ഇതിനകത്ത് ഓർമ്മിക്കേണ്ട പോയിന്റ്സ് ഇതാണ്. സക്ഷൻ സ്ട്രോക്കിൽ എന്താണ് പെട്രോൾ എഞ്ചിനിലേക്കും ഡീസൽ എഞ്ചിനിലേക്കും എൻ്റർ ചെയ്യുന്നത്, ആ സമയത്ത് എൻ്റെ വാൽവിൻ്റെ പൊസിഷൻ എന്താണ്. വാൽവിൻ്റെ പൊസിഷൻ എല്ലാ സ്ട്രോക്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. കംപ്രഷൻ സ്ട്രോക്കിലും എക്സ്പാൻഷൻ സ്ട്രോക്കിലും രണ്ട് വാൽവ് എന്താണ്, ക്ലോസ്ഡ് ആണ്. എക്സ്പാൻഷൻ സ്ട്രോക്കിന് പറയുന്ന വേറൊരു പേരെന്താണ്, പവർ സ്ട്രോക്ക് എന്നാണ്. ആ സ്ട്രോക്കിലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമുക്ക് വർക്ക് കിട്ടുള്ളൂ. ഈ വർക്ക് വെച്ചിട്ടാണ് ബാക്കി എല്ലാ സ്ട്രോക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്കിൽ നിന്ന് കിട്ടുന്ന എനർജി ഒരു പോർഷൻ എവിടെ സ്റ്റോർ ചെയ്യും, ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്യും. ബാക്കി ഈ എക്സോസ്റ്റ് നടക്കാനും സക്ഷൻ നടക്കാനും കംപ്രഷൻ നടക്കാനും വേണ്ട എനർജി എല്ലാം പിന്നീട് നമ്മൾക്ക് സപ്ലൈ ചെയ്യുന്നത് ഫ്ലൈ വീലിൽ നിന്നാണ്. അടുത്തതായി ഇതിനകത്ത് ഓർത്ത് വയ്ക്കേണ്ടത് ഇതിൻ്റെ ക്രാങ്ക് റെവല്യൂഷനെ പറ്റിയാണ്. കംപ്ലീറ്റ് പ്രോസസ്സുകളും ഫിനിഷ് ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എത്ര റെവല്യൂഷനിലാണ്, 2 റെവല്യൂഷനിലാണ്. 2 revolution of crankshaft or 720 degree rotation. 4 സ്ട്രോക്കും കംപ്ലീറ്റ് ചെയ്യുന്നത് 2 revolution of crankshaft അല്ലെങ്കിൽ 720 ഡിഗ്രി റൊട്ടേഷനിലാണ്. ഇത് വേറെ രീതിയിൽ ചോദിക്കുന്നത് ഒരു പവർ സ്ട്രോക്ക് എത്ര റെവല്യൂഷനിലാണ്. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നത് എത്ര റെവല്യൂഷനിലാണ്, 2 റെവല്യൂഷനിലാണ്. അതായത് 720 ഡിഗ്രി റൊട്ടേഷനിലാണ്. ഈ പോയിന്റും കൂടി ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് ആണ്. ഇവിടെ 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ 2 ഡിഫറെൻറ്റ് ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. കാരണം 2 സ്ട്രോക്കിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കിങ്ങും ഫിനിഷ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് വാൽവുകൾക്ക് പകരം പോർട്ടുകളാണ്. ദിസ് പോർട്ട് ഈസ് നോൺ ആസ് എക്സോസ്റ്റ് പോർട്ട്. This port is known as inlet port. This port is known as transfer port. നമ്മൾ ഒന്ന് ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാം, ഈ 2 ഫിഗർ നോക്കി കഴിഞ്ഞാൽ കാണാം, ഈ പിസ്റ്റൻ്റെ പൊസിഷൻസ് ആണ് ഈ പോർട്ടുകളിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൺട്രോൾ ചെയ്യുന്നത്. ഈ പൊസിഷനിൽ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആണ്, ഈ പൊസിഷനിൽ എക്സോസ്റ്റ് പോർട്ടും ട്രാൻസ്ഫർ പോർട്ടും ക്ലോസ്ഡ് ആണ്. അതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് എങ്ങനെയാണ്, ഇത് എക്സ്പാൻഷൻ സ്ട്രോക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിസ്റ്റൺ മൂവ്സ് ഫ്രം TDC to BDC. അതായത് ഫ്യൂവൽ ബേൺ ചെയ്തു, ആ ഗ്യാസ് പ്രഷർ വെച്ചിട്ട് പിസ്റ്റൺ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്. മൂവ് ചെയ്യുമ്പോൾ ഈ ഇൻലെറ്റ് പോർട്ട് വഴി സക്ഷൻ സ്ട്രോക്കിൽ ഫ്യൂവൽ എവിടെയാണ് ഫില്ല് ചെയ്യുക, ഈ ക്രാങ്ക് കേസിലാണ് ഫില്ല് ചെയ്യുക. ഇതിൻ്റെ പേരാണ് ക്രാങ്ക് കേസ്. ഈ ക്രാങ്ക് കേസിൽ ഫില്ല് ചെയ്യും. ഈ ക്രാങ്ക് കേസിൽ ഫില്ല് ചെയ്ത ഫ്യൂവൽ ട്രാൻസ്ഫർ പോർട്ട് വഴി ഈ സിലിണ്ടറിലേക്ക് എൻ്റർ ചെയ്യും. നോക്കുക, എക്സ്പാൻഷനാണ് ഇവിടെ, കമ്പസ്റ്റൻ നടന്നു, എക്സ്പാൻഷനാണ് നടക്കുന്നത്. ആ എക്സ്പാൻഷൻ്റെ ഒപ്പം ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി ഫ്രഷ് എയർ ഫ്യൂവൽ മിക്സർ എൻ്റർ ചെയ്യുകയാണ് സിലിണ്ടറിലേക്ക്. സോ ഈ ഫ്രഷ് എയർ ഫ്യൂവൽ മിക്സറാണ് എന്തിനെ പുറത്തേക്ക് തള്ളുന്നത്. ഈ പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ പൊസിഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോർട്ട് ഓപ്പൺ ആവും. അപ്പോൾ ഈ വരുന്ന ഫ്രഷ് എയർ ഫ്യൂവൽ മിക്സർ എന്ത് ചെയ്യും, ഈ എക്സോസ്റ്റ് ഗ്യാസിനെ പുറത്തേക്ക് പുഷ് ചെയ്യും. സോ ഈ പിസ്റ്റൺ ടോപ്പ്, നിങ്ങൾ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ ഫിഗർ ഒന്ന് നോക്കിയാൽ അറിയാം, ഈ ടോപ്പിന് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഒരു ഡിഫ്ലക്ടർ ഷേപ്പ് ആയിരിക്കും. ഇതിന് ഈസി ആയിട്ട് ഡിഫ്ലക്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും
ഈ പിസ്റ്റൺ ക്രൗണിൻ്റെ, ഇതിനെ പറയാം പിസ്റ്റൺ ക്രൗൺ എന്നാണ്. സോ അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? എക്സോസ്റ്റ് സ്ട്രോക്കും പ്ലസ് എക്സ്പാൻഷൻ സ്ട്രോക്കും അല്ലെങ്കിൽ പവർ സ്ട്രോക്കും ഒന്നിച്ചാണ്. ഒരു 2 സ്ട്രോക്ക് എഞ്ചിനിൽ എക്സോസ്റ്റ് പ്ലസ് എക്സ്പാൻഷൻ ഒന്നിച്ചാണ് നടക്കുന്നത്. ഇനി അടുത്ത ഫിഗറിലേക്ക് പോകാം. ഈ എക്സോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇവിടെ എത്തി. ഇതിനകത്ത് കംപ്ലീറ്റ് എന്തായി? ഫ്രഷ് എയർ അല്ലെങ്കിൽ ഫ്രഷ് എയർ ഫ്യൂവൽ മിക്സർ എൻ്റർ ചെയ്തു. പിസ്റ്റൺ മൂവ്സ് ഫ്രം BDC ടു TDC, അതിൻ്റെ അപ്വേർഡ് മൂവ്മെൻ്റ് ആണ്. ഇതിനകത്ത് ഫില്ല് ചെയ്ത മിക്സറിനെ, എയർ ഫ്യൂവൽ മിക്സർ അല്ലെങ്കിൽ എയറിനെ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. സോ ഡ്യൂറിങ് കംപ്രഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഈ എക്സോസ്റ്റ് പോർട്ട് ക്ലോസ്ഡ് ആവും, ട്രാൻസ്ഫർ പോർട്ട് ക്ലോസ്ഡ് ആവും, ഇൻലെറ്റ് പോർട്ട് എന്ത് ചെയ്യും? ഓപ്പൺ ആവും. ഇതുവഴി എയർ ഫ്യൂവൽ മിക്സർ അല്ലെങ്കിൽ എയർ എന്ത് ചെയ്യും? എൻട്രി ചെയ്യും, ഈ ക്രാങ്ക് കേസിൽ ഫില്ല് ചെയ്യും. സോ അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? സക്ഷനും കംപ്രഷനുമാണ് അടുത്ത സ്ട്രോക്കിൽ. സോ ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒരു 2 സ്ട്രോക്ക് എഞ്ചിൽ എക്സോസ്റ്റും എക്സ്പാൻഷനുമാണ് ഒരു സ്ട്രോക്കിൽ, സക്ഷനും കംപ്രഷനുമാണ് അടുത്ത സ്ട്രോക്കിൽ. സോ ഈ കംപ്രഷൻ്റെ എൻഡിൽ എന്ത് ചെയ്യും? നമ്മൾ സ്പാർക്ക് കൊടുക്കും. പെട്രോൾ എഞ്ചിനാണെങ്കിൽ സ്പാർക്ക് കൊടുക്കും, ഡീസൽ എഞ്ചിനാണെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യും. സോ ഈ പ്രോസസ്സ് വീണ്ടും കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ സൈക്കിൾ. അതായത് ഈ 4 പ്രോസസ്സും സക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ, എക്സോസ്റ്റ് പിസ്റ്റൻ്റെ 2 സ്ട്രോക്കിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു പവർ സ്ട്രോക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 1 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. ഒരു പവർ സ്ട്രോക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്രോസസ്സും ഫിനിഷ് ചെയ്യുന്നത് 1 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. One revolution or 360-degree rotation. ഒരു 2 സ്ട്രോക്ക് എഞ്ചിനിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ക്രാങ്കിൻ്റെ ഒരു റെവല്യൂഷനിലാണ്, അതായത് 360 ഡിഗ്രി റൊട്ടേഷനിലാണ്. അതായത് പിസ്റ്റൻ്റെ ഒരു സ്ട്രോക്കിൽ എക്സോസ്റ്റും എക്സ്പാൻഷനും ഒന്നിച്ച് നടക്കും, സക്ഷനും കംപ്രഷനും ഒന്നിച്ച് നടക്കും. വാൽവുകൾക്ക് പകരം പോർട്ടുകളാണ് യൂസ് ചെയ്യുന്നത്.